ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന സ്നേഹസംഗമത്തിന്റെ 156ാമത് സ്നേഹസംഗമം ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ ശിങ്കാരിമേളം ടീമാണ്. ഇനി നമ്മുടെ സൗഹൃദ കൂട്ടായ്മ ഏറ്റവും സ്നേഹത്തോടെ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി ലീന എം ജെ നാട്ടികയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കന്യാമറിയമേ തായേ, എനിക്കെന്നാളും ആശ്രയം നീയേ. കന്യാമറിയമേ തായേ, എനിക്കെന്നാളും ആശ്രയം നീയേ. കഴൽ കൂപ്പിടുമൻ അഴൽ നീക്കുക നീ, ജഗദീശ്വരിയേ കരുണാകരിയേ. കന്യാമറിയമേ തായേ, എനിക്കെന്നാളും ആശ്രയം നീയേ. ഇരുൾ ചൂഴ്ന്നിടുമാത്മാവിൽ മണിമംഗളഗീതികയായി, ഇരുൾ ചൂഴ്ന്നിടുമാത്മാവിൽ മണിമംഗളഗീതികയായി, ഒളി തൂകണമമ്മേ നീ എന്നിയെ, ഒളി തൂകണമമ്മേ നീ എന്നിയെ. സുഖദായികയേ സുരദായികയേ, കന്യാമറിയമേ തായേ, എനിക്കെന്നാളും ആശ്രയം നീയേ. അറിവിൻ പൊരുളേ നിന്നെ അറിവാൻ വഴി തേടുന്നേ, അറിവിൻ പൊരുളേ നിന്നെ അറിവാൻ വഴി തേടുന്നേ. ആരിനി അമ്മേ നീ എന്നിയെ, ആരിനി അമ്മേ നീ എന്നിയെ. എന്നെ കാട്ടിടുവാൻ വഴി കാട്ടിടുവാൻ, കന്യാമറിയമേ തായേ, എനിക്കെന്നാളും ആശ്രയം നീയേ. താങ്ക് യു. ചേച്ചി വളരെ നന്നായിട്ട് പ്രാർത്ഥനാ ഗാനം ആലപിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്തത് സ്വാഗതം ആശംസിക്കാനായി കുമാരി ഷാലി വെങ്ങിലശ്ശേരിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തപ്പെടുന്ന 156ാമത്തെ സ്നേഹസംഗമത്തിലാണല്ലോ നാം എല്ലാവരും. ഏതൊരു മീറ്റിംഗിന്റെയും ആരംഭത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി തന്നെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയ റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഊക്കൻ, CMI അസിസ്റ്റന്റ് ഇടവക വികാരി, സെന്റ് സേവിയേഴ്സ് ചർച്ച് സൗത്ത് താണിശ്ശേരി അച്ഛനെ വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ഡയറക്ടറുമായ നമ്മുടെ പ്രിയങ്കരനായ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യാതിഥിയായി വന്നു ചേർന്ന ശ്രീ ജോസി തോമസ്, ചേർത്തല കൗൺസിലർ, ലൈഫ് സ്കിൽസ് ട്രെയിനർ എന്നിവരെ അതീവ താല്പര്യത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുവാനുള്ളത് വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്ന ശ്രീ രാഹുൽ PR കല്ലീറ്റുങ്കര, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നീ അവറുകളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഖാരി എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ദർശന ക്ലബിന്റെ PRO എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റിപ്പോർട്ട് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന ശ്രീ ജോസ് കൊരട്ടി എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അവതാരകയായ കുമാരി സിമിൻ സെബാസ്റ്റിനെ സ്വാഗതം ചെയ്യുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ആലപിച്ച കുമാരി ലീന എം ജെ നാട്ടിക എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നന്ദി പറയുവാനെത്തിയ ഫൗസി ചാവക്കാട് എന്നിവരെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗ്രൂപ്പിനെ വളരെയധികം മനോഹരമായി ഉത്തരവാദിത്തോടെ കൊണ്ടുപോകുന്ന കുമാരി ലില്ലി ആറ്റത്തറയെ സ്വാഗതം ചെയ്യുന്നു. ഈ സ്നേഹസംഗമത്തിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും
ഒരിക്കൽ കൂടി എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാലി, ഒത്തിരി നന്ദി. വളരെ സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തത് റിപ്പോർട്ട് വായിക്കുന്നതിനും ഗ്രൂപ്പുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനുമായി ശ്രീ ജോസ് കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കാലോ? കേൾക്കാം. അറിയിപ്പുണ്ട്. സൈമൺ കാവീടിന്റെ ജന്മദിനം. രണ്ടാമത് നമ്മള് ഈ തവണ ദർശന ക്ലബിന്റെ ഒരു നോട്ടീസ് ഇന്നലെ വന്നിട്ടുണ്ട്. പുസ്തക പാരായണ മത്സരം. ആ മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കുക, പങ്കുവയ്ക്കുക, അത് വിജയിപ്പിക്കുക. ബ്ലൈൻഡ് ഫുട്ബോൾ ഗ്രൂപ്പിന്റെയാണ് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്. 2012 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപ്പരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപ്പരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപ്പരിമിതരുടെ ചിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപ്പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതരും ചലനപരിമിതരുമായ ഉയരംകുറഞ്ഞിട്ടുമായിട്ടുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഒരു ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക, ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരമുതലുമായിട്ടുള്ള 436 പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സൊറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക, ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ്. ഏതെങ്കിലും വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കാരം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായി ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നമനത്തിനുവേണ്ട ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വതന്ത്രത്തിന് വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റിൽ നടത്തപ്പെടുന്ന ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളിലേക്ക് മുഖ്യ പ്രഭാഷണങ്ങളും
ഡിപ്പാർട്ടുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. സ്നേഹമുള്ളവരെ, 1/6/2024 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ റവറന്റ് ഫാദർ സോളമൻ കടമ്പട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 155ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. സ്നേഹസംഗമം നടത്തുന്നത് ജീവന്റെ ഉറവ ഗ്രൂപ്പ്. അവതരണം കുമാരി സീമ എടക്കളത്തൂർ. പ്രാർത്ഥന ശ്രീ ജോയ് പള്ളിക്കുന്ന്. സ്വാഗതം ശ്രീ ദിലീപ് ആലപ്പുഴ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരണം നടത്തിയത് ശ്രീ KJ ജോസ് കൊരട്ടി. റിപ്പോർട്ട് യോഗം പാസാക്കി. തുടർന്ന് അധ്യക്ഷൻ സ്ക്രീനിൽ. 155ാം സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റെല്ലാവർക്കും നന്ദി, നമസ്കാരം. പഴയകാല സുഹൃത്തുക്കൾ വിളിച്ച് ആത്മബന്ധം, സ്നേഹം പങ്കുവയ്ക്കുക. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. യോഗം ഉദ്ഘാടനം ചെയ്തത് മുണ്ടൂരുള്ള സാന്തോം കെയർ സാന്തോം ഭവനിലെ ഫാദർ മാനുവൽ കരിമനാക് MST അച്ഛനാണ്. ഫിലിപ്പൈൻസിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ്, പ്രൊഫസർ, കൗൺസിലർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. ദർശന ക്ലബിന്റെ 155ാം സ്നേഹസംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് നന്ദി. ഒരു സിംഹക്കുട്ടിയുടെ കഥയിലൂടെ തുടങ്ങി. നീ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിനക്ക് സംഭവിക്കും. നമ്മുടെ അവയവങ്ങൾ ഒന്നിനൊന്ന് കൂട്ടിച്ചേർന്നിരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് നീയായി ചേർന്നില്ല? നിങ്ങൾ പൂർണ്ണതയിൽ എത്തിച്ചേരട്ടെ. നിങ്ങൾ താരതമ്യം ചെയ്യരുത്. ഇല്ലാത്തതിനെ ഓർത്ത് ദുഃഖിക്കാതെ ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കുക. ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വിളിച്ചത് നന്ദി പറയുന്നതോടൊപ്പം യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. കഥ പറച്ചിൽ വ്യൂസ് വിജയിക്കും. 1 ഫസ്റ്റ് എമിലിയൻ മരിയ ജെയ്സൺ, 2 മഹി, 3 വൈഗൈ ആൻഡ് 4 അഭിനന്ദ. പങ്കെടുത്തവർക്ക് വിജയികൾക്കും അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. മുഖ്യാതിഥിയായി എത്തിച്ചേർന്നത് അമല ആശുപത്രിയിൽ ഡോക്ടർ സ്നേഹ അവർകളാണ്. എന്റെ പേര് സ്നേഹ. ഞാൻ അമല ആശുപത്രിയിൽ ഡോക്ടറാണ്. ഞാൻ പഠിക്കാൻ വരുമ്പോൾ സ്നേഹനിധിയായ സോൾമച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനെ നേരത്തെ അറിയാം. ബിനുമാൻ ചേട്ടനാണ് എന്നെ യോഗത്തിലേക്ക് വിളിച്ചത്. കൊതുക് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ കെട്ടിക്കിടക്കുന്ന വെള്ളം തുറന്നു കളയുക, പഴകിയതും തണുത്തതുമായ ഭക്ഷണം ഒഴിവാക്കുക. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് റവറന്റ് സിസ്റ്റർ ടെസി SAB, പ്രത്യാശ ഭവൻ, അയമുഖ്, ചിറനെല്ലൂർ ആയിരുന്നു. ആദരണീയരായ ക്ലബ് അംഗങ്ങളെ, ഈ സംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിന്റെ വെല്ലുവിളികൾ നേരിട്ട എല്ലാവരെയും സന്തോഷത്തോടെ ഓർക്കുന്നു. നിങ്ങളിൽ നല്ല കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ പരസ്പര സഹായത്താലാണ് കഴിയുന്നത്. ആത്മാവിന്റെ പ്രചോദനങ്ങൾ നേടട്ടെ. നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ യോഗത്തേക്ക് വിളിച്ചത് സീമ മാഡമാണ്. നന്ദി പറയുന്നതോടൊപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞു നിർത്തുന്നു. യോഗാവസാനം നന്ദി പറഞ്ഞത് നമ്മുടെ സ്വന്തം PRO പിയൂസ് കോട്ടപ്പുറമായിരുന്നു. ജന്മദിനാഘോഷം ഡോക്ടർ നീന സൂപ്യൻ ലീന അനുഭവ കഥകൾ പറയുകയുണ്ടായി. എല്ലാവരും അനുമോദവും ആശംസകളും പറഞ്ഞു. യോഗം പിരിച്ചുവിട്ടു. ഈ റിപ്പോർട്ട് യോഗസമക്ഷം സമർപ്പിക്കുന്നു. ലീഡർ വളരെ നന്ദി. ഒത്തിരി വിശദമായിട്ട് റിപ്പോർട്ട് വായിക്കുകയും ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുകയും ചെയ്തതിന് ഒത്തിരി നന്ദി അറിയിക്കും. അടുത്തത് അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായിട്ട് ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറന്റ് ഫാദർ സോളമൻ കളമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അച്ഛാ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് ആദ്യമേ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതവും ഒരിക്കൽ കൂടി നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഔപചാരികതയുടെ പേരിൽ സ്വാഗതം അറിയിച്ചു, അതുപോലെ തന്നെ നന്ദിയും അറിയിക്കുന്നുണ്ട്. എങ്കിലും കൂടി ഞാൻ ഔപചാരികതയുടെ പേരിൽ തന്നെ നിങ്ങളെവരെയും സ്വാഗതം അർപ്പിക്കുന്നു, നന്ദി അറിയിപ്പിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു കഥ കേൾക്കാനായിട്ടിടയായി. പൗലോ ഗോയിലോടെ ഒരു കഥ കേൾക്കാനായിട്ടിടയായി. ആ കഥ ഇത്ര മാത്രമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഏറ്റവും ശ്രേഷ്ഠവും എന്നാൽ ഏറ്റവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു രത്നം അദ്ദേഹത്തിന് വേണം. നല്ല പണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് വളരെ തീക്ഷ്ണതയോടെ ചുറുചുറുക്കോടെ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ ആഗ്രഹം ഇതായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായി ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതും അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവൃത്തി അദ്ദേഹത്തിന്, അതായത് ഒരു രത്നം അദ്ദേഹത്തിന് കിട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ച് സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. സന്യാസി എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് സന്യാസി പറയുകയാണ്, അധ്വാനിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. പരിശ്രമത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു, എന്തിനും വേണമെങ്കിലും ഞാൻ പരിശ്രമിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ ഇദ്ദേഹം അവിടെ ചെല്ലുന്നു. ആ
അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അതായത് ഒരു നദിയുണ്ട്, ഈ നദിയുടെ ആരംഭത്തിൽ ചെല്ലണം. ആരംഭത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ കുറെ ഉരുളൻ കല്ലുകള് അവിടെ കൂട്ടിയിട്ടതായിട്ട് നിങ്ങൾക്ക് കാണും. അപ്പൊ അവിടെ ആ ഉരുളൻകല്ലിന്റെ ഏതെങ്കിലും ഒരു ഉരുളൻകല്ലിന്റെ ഉള്ളില് ഈ രത്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പൊ ഈ നദിയുടെ ആരംഭം എവിടെയാണെന്ന് കണ്ടെത്തണം. അതുപോലെ തന്നെ കല്ലുകൾ പൊട്ടിച്ചു നോക്കണം. ഇതെല്ലാം പരിശ്രമമാണ്, ഭയങ്കര ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അദ്ദേഹം അവിടുന്ന് പുറപ്പെടാണ്. അങ്ങനെ കാടും മേടും ഈ നദിയുടെ ആരംഭം കണ്ടെത്താനായിട്ട് കാടും മേടും താണ്ടി അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നു ഒത്തിരിയേറെ ഉരുളൻ കല്ലുകൾ അവിടെ കൂട്ടിയിട്ടതായത് കാണുന്നു. അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഓരോന്നോരോന്ന് എടുത്ത് പൊട്ടിക്കാൻ നോക്കി. പക്ഷെ അവസാനം അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. എല്ലാ കല്ലുകളും പൊട്ടിച്ചു. 4 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം ഈ പരിശ്രമങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ. അവസാനം മടുത്തു, തിരിച്ചു പോരാമെന്ന് കരുതി തിരിച്ചു പോരുന്ന സമയത്താണ് ഒരു ഉരുളൻ കല്ല് എവിടുന്നോ ഉരുണ്ടു വന്ന് അദ്ദേഹത്തിന്റെ കാലിൽ തട്ടുന്ന. കാലിൽ തട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നാമത്തേത് തന്നെ ക്ഷീണിച്ചിരിക്കുന്ന വ്യക്തി, ഈ ശ്രമങ്ങളുടെ എല്ലാം അവസാനം ക്ഷീണിച്ചു വയ്യാതിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഈ കല്ലെടുത്ത് ഒറ്റ വീഴ്ച കൊടുത്തു. അതിനാണ് ആ രത്നം പുറത്തു വരാനായിട്ടിടയായത്. അതിശ്രേഷ്ഠമായതും അതിശോഭയേറിയായിട്ടുള്ള ഒരു രത്നം അതിൽ നിന്ന് പുറത്തു വരികയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഇതിന്റെ സന്ദേശം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്നാണ്. ഞാനും നിങ്ങളോട് പറയാണ്, ഇതിന്റെ പല രീതിയിലും സന്ദേശങ്ങൾ എടുക്കാം. നമ്മൾ നോർമൽ അവസ്ഥയിൽ പലപ്പോഴും അന്വേഷിച്ചു പോകുമ്പോൾ അതില് പലപ്പോഴും അധ്വാനിച്ചിട്ട് കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ നമ്മുടെ വേദനയായിരിക്കാം, ആ കാലിൽ തട്ടിയ ഒരു വേദനയായിരിക്കാം ചിലപ്പോൾ. ആ വേദനയിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മുടെ രത്നം അല്ലെങ്കിൽ ശോഭയേറിയ ഒരു അവസ്ഥ നമുക്ക് കിട്ടാനായിട്ട് കാരണമായി തീരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഓരോ ശ്രമങ്ങളും ആഴ്വേലയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ എന്താ ആഗ്രഹത്തിന്റെ ആദ്യത്തുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക, കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കുക, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതെന്നും ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പരിശ്രമങ്ങളും കലാപരമായിട്ടോ കായികപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ നമ്മൾ അധ്വാനിക്കുന്ന വ്യക്തികളാണ്. ഭിന്നശേഷിക്കാരായിക്കൊള്ളട്ടെ അല്ലാത്തവരായിക്കൊള്ളട്ടെ, എല്ലാവരും ശ്രമകരമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്. അതിനൊരു ഫലം ദൈവം നമുക്ക് തരും. അതിനുവേണ്ടി കാത്തിരിക്കുക. അത് അവസാനമായിരുന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ഈ ലോകത്തിന്റെ അവസാനമായിരുന്നാലും പരലോകത്തായിരുന്നാലും നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കട്ടെ. അതിനായിട്ട് നമ്മെ തന്നെ ഒരുക്കാം. നമ്മൾ തന്നെ നമുക്ക് പലപ്പോഴും ഓരോരോ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിലും അത് ആ ക്ഷീണം നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ളതാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് മുന്നേറാം. അതിനായിട്ട് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ അച്ഛാ, ഒത്തിരി നന്ദി. ഇത്രയും തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ചെലവഴിച്ചതിന്, മോട്ടിവേഷൻ സ്റ്റോറി പറഞ്ഞു തന്നതിന് ഒക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഞങ്ങളെല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതാണ്. ഇനി നമുക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനായിട്ട് എത്തിയിരിക്കുന്ന അച്ഛനെ വിളിക്കാം. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത് സൗത്ത് താണശ്ശേരി അസിസ്റ്റന്റ് ഇടവക വികാരിയായ റെവറൻഡ് ഫാദർ ജസ്റ്റിൻ ഉക്കൻ CMI അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സംഗമത്തിലേക്ക് വരുവാനായിട്ട്. സോമനത്തിനാണ് ഇതിന്റെ അടുത്ത് പറഞ്ഞ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഗമം നമ്മൾ കൂടുന്നുണ്ട്. അപ്പൊ ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. സോമനച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഇൻസ്പിറേഷനാണ്. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികള്, അദ്ദേഹത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങള് സമൂഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് ഇപ്പൊ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ആവശ്യർക്കും ആവശ്യമുള്ളവർക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് സോമനച്ചൻ ഒത്തിരിയേറെ നന്ദി പറയുകയാണ്. ഞാൻ എന്ത് പറയണമെന്ന് ആദ്യം ആലോചിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിത്രം ബൈബിളിലെ പഴയ നിയമത്തിലെ മോശയുടെ ഒരു ചിത്രമായിരുന്നു. അദ്ദേഹം ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേതാവായിരുന്നു. ഒരു രാജ്യം രൂപീകരിക്കുവാനായിട്ട് ഒരു വലിയ രീതിയിൽ പ്രയത്നിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ. എന്നാൽ മോശയുടെ തുടക്കത്തില് ഈ ഒരു ഉദ്യമത്തിലേക്ക് കടന്നു വരുമ്പോൾ മോശയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വിക്കനായിരുന്നു. വേണ്ട വിധം സംസാരിക്കുവാനായിട്ട്
സാധിക്കുമായിരുന്നില്ല കാര്യങ്ങൾ. ഒട്ടും സംസാരിക്കാൻ സാധിക്കാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഒരു സമൂഹത്തിന്റെ നേതാവായി മാറുക? കാര്യങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കുവാനായിട്ട് സാധിക്കില്ല എന്നൊരു കുറവ് മോശയെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ തുടക്കത്തിൽ അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുവാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകളെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നീട് ഒത്തിരിയേറെ കാര്യങ്ങൾ ബൈബിളിലൊക്കെ സുവിശേഷങ്ങളിലെ പഴയ നിയമത്തിലൊക്കെ കാണാൻ സാധിക്കും. വലിയൊരു മാറ്റമാണ് ഒരു രാജ്യത്തിന് തന്നെ. ഇന്നും ഇസ്രായേൽ രാജ്യം ഫോളോ ചെയ്യുന്നത് അന്ന് മോശ പറഞ്ഞു വെച്ച നിയമങ്ങളാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു രാജ്യത്തെ നയിക്കുവാനായിട്ട് പോകുന്ന വലിയൊരു നേതാവായി മാറുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തില് നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. പല തലത്തിലുള്ള കുറവുകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ ശാരീരികമായ കുറവുകൾ ഉണ്ടാകാം, മാനസികമായ ബലഹീനതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ നമ്മൾ വളർന്ന ചുറ്റുപാടിൻ്റെതായ കുറവുകൾ. എല്ലാവരും എന്തെങ്കിലും കുറവുകളുള്ളവരാണ്. എല്ലാം തികഞ്ഞവരായി പൂർണ്ണരായി എല്ലാം പെർഫെക്റ്റോട് കൂടി ജീവിക്കുന്ന വ്യക്തികൾ ആരും തന്നെ ഈ ഭൂമിയിലില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ കുറവുകളെ പറ്റി ഓർത്ത് നിരാശപ്പെടുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയയും മറ്റൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട്, എല്ലാവരിലും മൊബൈൽ ഫോണും ഇന്റർനെറ്റൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും അവരുടെ സന്തോഷങ്ങളും നിറഞ്ഞ നിമിഷങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത് കാണുമ്പോൾ അവർക്ക് അവരുടെ നന്മകളും അവരുടെ സന്തോഷങ്ങളും കാണുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും ലഭിക്കുന്നില്ല എന്നൊരു നിരാശ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ ഒരു യാഥാർത്ഥ്യം അത് മാത്രമല്ല. കാരണം നമ്മൾ ആരും നമ്മുടെ കുറവുകൾ മറ്റുള്ളവരെ കാണിക്കുവാൻ ശ്രമിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ അവരുടെ കുറവുകൾ നമ്മൾ കാണുന്നില്ല. നമ്മൾ നമ്മുടെ കുറവുകൾ കാണുകയും മറ്റുള്ളവരുടെ വളർച്ചകൾ കാണുകയും ചെയ്യുമ്പോഴാണ് പലപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ തകർച്ചയിലേക്ക് വീഴ്ചയിലേക്ക് പോകുവാനായിട്ട് ഇടവരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഏത് മേഖലയായിക്കോട്ടെ, എന്തൊരവസ്ഥയിലായിക്കോട്ടെ, ഏത് ജീവിത സാഹചര്യമാണവരായിക്കോട്ടെ, നമ്മുടെ കുറവുകളെ അംഗീകരിക്കുക എന്നതാണ് നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും ആദ്യ പടി എന്നുള്ളത്. നമ്മൾ എങ്ങനെയാണോ നമ്മൾ വളർന്നത്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച അവഗണനകളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹം നമ്മളെ വളർത്തിയ നിലപാടുകളായിരിക്കാം. ഞാൻ എങ്ങനെയാണോ അതേ അവസ്ഥ എൻ്റെ കുറവുകളെ അംഗീകരിക്കുവാൻ എനിക്ക് ആദ്യം സാധിക്കണം. രണ്ടാമത് എൻ്റെ കുറവുകളേക്കാൾ മുകളിൽ എനിക്കുള്ള കൂടുതലുകൾ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുള്ള ഒത്തിരിയേറെ കഴിവുകൾ ഉണ്ടായിരിക്കാം, മറ്റുള്ളത് വ്യത്യസ്തമായിട്ടുള്ളത്. അത് എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് സാധിക്കണം. ഈ രണ്ട് തരത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ അത് നമ്മൾ ഈ ജീവിതത്തിൽ ഏത് മേഖലകളായിക്കോട്ടെ, ഏത് വ്യക്തികളായിക്കൊള്ളട്ടെ, അവിടെ വളരെ ഉന്നത തലത്തിലേക്ക് വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു സൊസൈറ്റി, ദർശന സൊസൈറ്റിയുടെ പേരിൽ ദർശന ക്ലബിൽ നടത്തുന്ന ഈ ഒരു സമൂഹത്തിന്റെ വളർച്ചയിലേക്ക് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിലെ വ്യത്യസ്തമായ നിലപാടുകൾ ജീവിത രീതിയിലുള്ളവർക്ക് ഒരു വലിയ ശക്തമായ ഒരു തണലായി, സാന്ത്വനമായി, ആശ്വാസമായി മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരസ്പരം സഹായിക്കുവാനും ഉള്ളവരാണ് എന്നുള്ളൊരു ചിന്ത കൂടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഇന്ന് ഈ പ്രത്യേകിച്ച് ഈ ദിവസം ഇവിടെ 156ാമത്തെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സ്നേഹസംഗമം. ഇതിലേക്ക് എന്നെ വിളിച്ചതിനെ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. പ്രത്യേകമായി ഇതിന്റെ എല്ലാ ഭാഗവാഹികൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ 156ാമത്തെ ദർശന ക്ലബിന്റെ ഈ ഒരു സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്താൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ കൂടെ എൻ്റെ അടുത്ത് ദർശന സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് നടത്തിയ മോട്ടിവേഷൻ ടോക്കിന്റെ വിജയികളെയും കൂടി പ്രഖ്യാപിക്കാനായിട്ട് പറഞ്ഞിരുന്നു. 3 ജഡ്ജസ് ആണ് ഇതിന്റെ റിസൾട്ട് നോക്കിയിട്ടുള്ളത്. ഓരോ ജഡ്ജസും 50 മാർക്ക് വീതം എന്ന തോതിലാണ് നോക്കിയിട്ടുള്ളത്. 3 ജഡ്ജസ് നൽകിയ മാർക്ക് കൂട്ടിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വ്യക്തികളെയാണ് ഇതിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ലിജി PV 129.5 മാർക്ക്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് റഹ്മാൻ കുണ്ടോടൻ 123 മാർക്ക്. തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ബീന സജി 122 മാർക്ക്. എല്ലാവർക്കും വിജയികളായ എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ അച്ഛനെ ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഉപദേശം തരാനും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക് യു ടീച്ചർ. ഇനി നമുക്ക് മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്ന ശ്രീ ജോസി തോമസ് സാറാണ്. സാറ് കൗൺസിലർ ഓഫ് ലൈഫ് സ്കിൽസ് ട്രെയിനർ ആണ്.
സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സാറേ, തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒരു ഉത്തരവാദിത്തം കൂടി തന്നിട്ടുണ്ട്. നമ്മളെ ഈ യൂട്യൂബ് വ്യൂവേഴ്സിന്റെ കൂടുതൽ വ്യൂവേഴ്സിന്റെ റിസൾട്ട് കൂടി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിർമ്മിച്ചേക്കാം ആദ്യം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രോത്സാഹനമാണ്. 3 പേരെയാണ് തെരഞ്ഞെടുത്തത്. അതില് 994 വ്യൂവേഴ്സ് ഉള്ള ജ്വലനയാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 2ാം സ്ഥാനം ജ്വലന. കൺഗ്രാജുലേഷൻസ് ജ്വലന. വിചാരിക്കുന്നു അല്ലേ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഇനിയും ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് തുടരുക. ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് 685 വ്യൂവേഴ്സ് ഉള്ള ലീനയാണ്, നാട്ടികയിലെ. വളരെ അഭിനന്ദനങ്ങൾ. ഇനിയും ഇത് തുടരുക. കൂടുതൽ പൂർവാധികം ഉജ്ജ്വലിച്ച് മുന്നോട്ട് വരട്ടെ. 3ാം സ്ഥാനം വന്നിരിക്കുന്നത് അങ്കമാലിയിലെ ലിജി PV ആണ്, 633 വ്യൂവേഴ്സ്. പ്രത്യേകം അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുന്നു. ഇനിയും ഇത്തരം പരിപാടികൾ കൂടുതൽ ക്രിയാത്മകമായി തുടരുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ഉത്തരവാദിത്തം ഞാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലേക്ക് കിടക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ. ഞാനൊരു നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു കവിതാശല ശകലമാണ്. വിളക്ക് കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന മർത്യന് മേന്മേൽ അമൃതമയം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സോളമൻ അച്ച, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ച, ഇതിന്റെ വിശിഷ്ടാതിഥിയായിരിക്കുന്ന ശ്രീ രാഹുൽ സാറ്, ഇതിന്റെ PRO ആയിരിക്കുന്ന ശ്രീ പിയൂസ്, ഇതിന്റെ ഈ ദർശന ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ഷിബു ഹാരി, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എനിക്ക് എത്തിപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടിയത്. കാരണം എന്നെ ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ ഇത് വന്നത്. അപ്പൊ നിങ്ങൾ വേറെ ആരോ ഒരു ഡോക്ടറായിരുന്നു ഇവിടെ വരാനിരുന്നത് വേറൊരു വിഷയമായിട്ട്. പക്ഷെ എന്നാലും എനിക്കൊരു ദൈവനിയോഗം പോലെ ഈ കിട്ടിയ അനുഗ്രഹത്തെ ഇതിനെ ഞാൻ അനുഗ്രഹമായിട്ട് കാണുകയാണ്. ഇത് വളരെയേറെ സന്തോഷം എനിക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതിലെനിക്ക് ഒരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുക. വിഷയമൊന്നുമില്ല, നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എന്റെ ഈ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം. ഞാൻ അതിലേക്ക് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾ ആരാണ്? ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ആ ഫോണിലാണെങ്കിൽ ആ ഫോണിൽ എന്ന് സെൽഫി നോക്കിയിട്ട് ഞാൻ ആരാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാമോ? തീർച്ചയായും പിന്നെ സാധാരണ ഇങ്ങനത്തെ ഒരു സമൂഹത്തിൽ കിട്ടുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. എന്തായാലും ആർക്കെങ്കിലും ഒരു മറുപടി പറയാമോ? ഇപ്പൊ നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ആരാണ് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് സ്വയം തോന്നിയ ഒരു മറുപടി. അതിന്റെ ശരിതെറ്റണമെന്ന് നോക്കണ്ട, നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയ കാര്യം പറഞ്ഞാൽ ഞാൻ തന്നെ. പേരും ഇതും ഞാൻ തന്നെ. അതിനപ്പുറം ഈ പരിമിതിയുള്ള വ്യക്തി എന്ന നിലയിൽ ഞാൻ ആരാണ്? പരിമിതി എന്നുള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഇപ്പോ പല കാര്യങ്ങളിൽ പങ്കെടുത്ത് വിജയങ്ങൾ നേടുമ്പോ എനിക്ക് ഞാൻ എന്ന വ്യക്തിയിൽ അഭിമാനമുണ്ട്. വെരി ഗുഡ്. എല്ലാവരുടെയും പേര് ഞാന് ഈ പറഞ്ഞ ആരായിരുന്നു പറഞ്ഞത് വ്യക്തിയെ അഭിനന്ദിക്കുക കേട്ടോ. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സമൂഹത്തിനിടയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, രോഗമുള്ളവര് അല്ലെങ്കിൽ പരിമിതിയുള്ള ഒരു സമൂഹത്തിനിടയിൽ നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി വളരെ ഇരുട്ട് നിറഞ്ഞ ഉപ്പ് പോലെ കയ്പായ ഒരു ജീവിതത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നതാണ്. പക്ഷേ നിങ്ങളിൽ കിട്ടിയ മറുപടി, ഈ മറുപടിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദർശനയുടെ സുത്യർഹമായ പ്രവർത്തനങ്ങളാണ്. ഉപ്പ് പോലെ കയ്പ് നിറഞ്ഞ ഒരു ജീവിതമാണെന്നാണ് പലരും പറയാറുള്ളത്. ഈ കൂട്ട് എന്ന് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു കാണും. നമ്മുടെ ബോബി കട്ടിക്കാടച്ചന്റെ കൂട്ടെന്നൊരു ഒരു പുസ്തകമുണ്ട്, കൂട്ട്. ആ പുസ്തകത്തിന്റെ മുഖവരിയിലാണെന്ന് തോന്നുന്നു അച്ഛൻ കൂട്ടിനെ കുറിച്ച് പറയുന്നത് ഒറ്റപ്പെട്ടവന്റെയും ഒറ്റയ്ക്കായവന്റെയും സ്വപ്നമാണ് കൂട്ടെന്നാണ്. ഒറ്റപ്പെട്ടവനെയും ഒറ്റയ്ക്കായവനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ സ്വപ്നമാണ് ഫുഡ്. അതൊന്ന് ആ സ്വപ്നം ഒന്ന് പൂവണിയുന്നത് വളരെ സന്തോഷകരമാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, ഒറ്റപ്പെട്ടവരുമല്ല. നിങ്ങൾക്ക് വളരെ വലിയൊരു, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏകദേശം 100ഓളം വരുന്ന ഒരു സ്നേഹ സമൂഹമാണ് നിങ്ങളുടെ ദർശന സമൂഹം. ആ ഒരു സ്നേഹ സമൂഹത്തിന്റെ സപ്പോർട്ട്, അത് അവരോടുള്ള സ്നേഹത്തിന്റെ ആ ഒരു കൂട്ടായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു മറുപടി പറയുവാനായിട്ട് സാധിച്ചത്. ഈ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ ഉപ്പ് ഇതിനെ തന്നെ നമുക്ക് എടുക്കാം. നമ്മുടെ കയ്പ് നിറഞ്ഞ ഒരു ഉപ്പാണ് നമ്മളത് വിചാരിക്കുക. ഉപ്പ് സ്വതവേ കയ്പ് നിറഞ്ഞതാണെങ്കിൽ പോലും ഈ ഉപ്പ് ഇല്ലെങ്കിൽ ഒരു കറികളും ഭക്ഷണപദാർത്ഥങ്ങളും നമുക്ക് രുചികരമാവില്ല, അല്ലെ? അപ്പൊ ഈ രുചികരമാണെങ്കിൽ ഈ ഉപ്പില്ലാത്ത കറിയിൽ നമ്മുടെ ഈ കയ്പെന്ന് പറയുന്ന ഉപ്പ് ഒരു നുള്ളു പാകത്തിന് അല്ലെങ്കിൽ 2 നുള്ളു എത്രയോ ആവശ്യം വന്നിട്ടുണ്ടോ അത്രയും പാകത്തിന് ആ ഉപ്പ് അതിനോടുകൂടി കൂട്ടിച്ചേരുമ്പോൾ എന്തുണ്ടാവുന്നു? രുചികരമായ കറികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഒരുമിച്ച് കൂടി പാകത്തിന് പരസ്പരം ഉപ്പും ഊന്നുവടികളും ആകുമ്പോൾ നമ്മുടെ ജീവിതം ഇത്തരം പോസിറ്റീവ് മറുപടികൾ പറയത്തക്ക രീതിയിലേക്ക് വളരെ രീതിയിൽ ദീപ്തമാകുന്നത്. ഈ പരിമിതികൾക്കിടയിലും നമുക്കറിയാം നമുക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ഈ ഹെലൻ കെല്ലർ എന്ന വ്യക്തിയെ കുറിച്ച്, അമേരിക്കൻ എഴുത്തുകാരെ കുറിച്ച് എല്ലാവരും പല വേദികളിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. ഒത്തിരി പരിമിതികൾക്കിടയിലും വളർന്ന്, ശാരീരിക പരിമിതികൾക്കിടയിലും വളർന്ന് വളരെ നല്ല നിലയിലെത്തിയ ഒരു സാഹിത്യകാരി, പല സാമൂഹ്യ നിലയിലേക്ക് എത്തിയ ഒത്തിരി പ്രവർത്തനമുള്ള ഒരു വ്യക്തിയാണ് ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്. ആ ഹെലൻ കെല്ലറിനെ പോലെ തന്നെ കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. വിവിധമായ കഴിവുകളുണ്ടാവും. നമുക്ക് ചിലപ്പോ കണ്ണ് കാണാൻ അറിയാൻ പാടില്ലാത്ത ആൾക്ക് നന്നായി പാട്ട് പാടാൻ ചിലപ്പോൾ അറിയുന്നു വരും. ചിലപ്പോ നന്നായി പ്രസംഗിക്കാൻ പറ്റുന്നു വരും. ചെവി കേൾക്കാൻ പറ്റില്ലാത്ത ആൾക്ക് നന്നായി വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരിയേറെ കഴിവുകൾ നമുക്കുണ്ട്. ആ കഴിവുകള് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ചില പരിമിതികൾ പറയും. ഇപ്പൊ എപ്പോഴും നമ്മൾ പരിമിതികളാണ് നമ്മളിപ്പോഴും പറയുന്നത്. നമ്മുടെ പൊതുവെയുള്ള സമൂഹത്തില് നമ്മുടെ പൊതുവെയുള്ള ഒരു കാര്യം ഇതാണ്. നമ്മളെന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാവരും കേട്ടുപഴകിയ ഒരു ശീലാണ്. നമ്മൾ പറയത്തില്ല എപ്പോഴും, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. വെളിച്ചത്തിലേക്ക് നീ പോകേണ്ട കാര്യമില്ല, ഈ ഇരുട്ടിലേക്ക് തന്നെ തുടർന്നാമേ എന്ന് പറയും. അവിടുന്ന് മറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. അങ്ങനെ ഒരു സമൂഹമായി വളരുകയും ആ സമൂഹത്തിൽ നിന്ന് വ്യക്തിപരമായിട്ട് വളരുകയും ചെയ്ത ഒരു വ്യക്തികളുമാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുന്നു, നിങ്ങളുടെ പരിമിതികളെ നിങ്ങൾ ഓവർകം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ ലോകം വിശാലമാണ്. നമ്മൾ ഉദ്ദേശിച്ച ഏറ്റവും അനന്തമായ സാധ്യതകളുടെ ഒരു കലവറയാണ് നമ്മുടെ മനസ്സും നമുക്ക് ചുറ്റുമുള്ള ലോകവും. ചിലരെങ്കിലും പരിമിതി പേരുള്ള ചിലരെങ്കിലും ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചു കൂട്ടി നിൽക്കുകയും അല്ലെങ്കിൽ ഒറ്റയ്ക്കായി മാറി മാറി നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുമാണ് ഇത് പലയിടത്തും കാണാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്ക് കിട്ടിയ കഴിവ്, നിങ്ങൾക്ക് കിട്ടിയ അവസരം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, വളരെ വിശാലമായ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ അഭിമാനിക്കുക, അതിനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് ഒരു പടി കൂടി ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുക ഏതെങ്കിലുമൊക്കെ തലത്തിൽ. അതിന്റെ കാര്യം പറയാം. പിന്നെ നമുക്ക് ഉള്ളത് എന്താണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഞാനിപ്പോ എനിക്ക് നല്ല ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിൽ നല്ല ആഗ്രഹം അല്ല, നമ്മളൊരു ആഗ്രഹമായിട്ട് വരുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതരം ശക്തികൾ, പലതരം അഭിപ്രായങ്ങളാണ് വരാറുള്ളത്, അല്ലേ? പലതരം അഭിപ്രായങ്ങളാണ് നമുക്ക് വരാറുള്ളത്. എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ കാര്യമില്ല, എനിക്കിപ്പോ സുഖമില്ല, അല്ലെ എനിക്ക് കാലുമേല കൈമേല, നിങ്ങൾ അവിടെ ഉണ്ടാവും. ഈ അഭിപ്രായങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് ഉജ്ജ്വലമായി വന്ന ഒരു വ്യക്തിയാണ് നമുക്ക് തന്നെ അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യൂസാണ്, അല്ലെ? പിന്നെ ഇത്രയും സത്യത്തിൽ എന്നെ ഒരു കാര്യം ഇപ്പോഴല്ല, എന്നെ നിങ്ങളുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇംഗ്ലീഷുകാരുമായിട്ടാണ് എന്നെ ആദ്യമായിട്ട് സാർ വിളിക്കുന്നത്. വിളിക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. ഞാൻ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഈ കാര്യത്തിൽ ദർശന സൊസൈറ്റിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല അന്നേരം. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിൽ നിൽക്കുന്ന ഒരു ഊർജ്ജസ്വലനായ, എന്നേക്കാൾ ഊർജ്ജസ്വലനായ വ്യക്തി എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയ. പക്ഷെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു വളരെ ആത്മാർത്ഥമായ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന്റെ മുമ്പിൽ തൊഴുകിക്കൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലീഡറായി കിട്ടിയ നിങ്ങളുടെ PR എന്ന് പറയുന്ന PU സാർ തന്നെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ജീവിക്കുന്ന മാതൃകയാണ്. നിങ്ങൾ ഓരോരുത്തരും അതുപോലെ തന്നെ ആയിത്തീരണം. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാം, ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് കാലില്ല എന്ന് ചിന്തിക്കാം. പക്ഷെ ഈ കാലില്ലാത്ത അല്ലെങ്കിൽ തളർന്നുള്ള അദ്ദേഹം ചെയ്തെന്താണ്? അദ്ദേഹം കാലുകളിൽ ഇല്ലെങ്കിൽ പോലും മറ്റ് അദ്ദേഹത്തിന് ഉള്ള കഴിവുകൾ കിട്ടിയിരിക്കുന്ന ആ ഒരു സാധ്യതകൾ വെച്ചിട്ട് ഇത്രയും പേർക്ക് കാലുകളാകാനും, കണ്ണില്ലാത്തവർക്ക് കണ്ണുകളാകാനും, കൈയില്ലാത്തവർക്ക് കൈകളാകാനും, പിന്നെ സ്നേഹം കിട്ടാത്തവർക്ക് സ്നേഹമാകാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ചെറിയ ചെറിയ കഴിവുകൾ ചിലപ്പോൾ ഉണ്ടാവും. ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയും ലോകത്തില്ല.
നമ്മള് പുരാണത്തില് ചിലപ്പോ കേട്ടിട്ടുണ്ട്, നമ്മള് ശ്രീരാമൻ ഈ ചിറ പണിതപ്പോഴത്തേക്ക് മറ്റേ ശ്രീലങ്കയിലേക്ക് പോകാനായിട്ട്, ലങ്കയിലേക്ക് പോകാനായിട്ട് ചിറ പണിതപ്പോഴത്തേക്ക് എന്താ ആരാ വന്നത് സഹായിക്കാനായിട്ട്? ഒരു കൊച്ചു അണ്ണാൻ അല്ലേ, ഒരു ചെറിയ അണ്ണാനാണ് വന്നിട്ട് പറഞ്ഞത്, എനിക്കാവുന്ന രീതിയിൽ ചിറ പണിയാനായിട്ട് ഞാൻ ഈ കടലിന്റെ ഉള്ളിൽ ചിറ പണിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, മണ്ണിടാം. ഒരു അണ്ണാൻ എന്താ ചെയ്തത്, അത് അവന്റെ വാലുകൊണ്ട് ഈ ചെറിയ കടപ്പുറത്തുള്ള മണ്ണുകൾ എടുത്തിട്ട് ഇങ്ങനെ പണിതിട്ട് പറയാ, ശ്രീരാമനോട് പറയുന്ന ആ ഈശ്വരനോട് പറയുക, ശ്രീരാമനോട് പറയുകയാണ്, അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ. നമുക്ക് ഒത്തിരിയേറെ 99% പരിമിതികളിൽ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടെങ്കിലും 1% ഒരു കഴിവ് ഏതായാലും ഇല്ലാതിരിക്കത്തില്ല. ആ കഴിവിനെ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കുമ്പോൾ നമ്മുടെ 99% പരിമിതികളും മാറി നമുക്കതൊക്കെ നന്മയായി വരും. മുത്തുച്ചിപ്പിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? മനോഹരമായ പവിഴ മുത്തുകൾ നമുക്ക് കിട്ടുന്ന മുത്തുച്ചിപ്പിയിലാണ്. ഇത് എവിടുന്നായ മുത്തുകൾ ഉണ്ടാവുന്ന അറിയാവോ? ഈ മുത്തുകള് കടലിൽ നിന്ന് എങ്ങനെ കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അറിയാവോ? ഈ മുത്തുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചിപ്പിക്കുള്ളിൽ ഈ ചിപ്പിക്കുള്ളിലേക്ക് മണല്, നമ്മുടെ മണ്ണില്ലേ, മണ്ണെന്നല്ലേ മണലിന് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത്? ഈ മണല് ഈ ഇതിന്റെ വയറ്റിലേക്ക് കടക്കും. ഈ മുത്തുച്ചിപ്പിയുടെ കക്കയുടെ ഉള്ളിലേക്ക് ചെറിയ തോതിൽ മണൽത്തരികൾ കടക്കും. അപ്പൊ ഈ മുത്തുച്ചിപ്പി ഈ മണലിനെ പുറത്ത് തള്ളാനായിട്ട് അത് ഭയങ്കര അസ്വസ്ഥമാണ്. നമ്മളങ്ങനെയല്ല, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ, നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പുറന്തള്ളാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഈ മുത്തുച്ചിപ്പി ഇതിങ്ങനെ ശ്രമിച്ച് വരുമ്പോ എന്ത് പറ്റുന്നറിയാവോ, അതിന് ഒരിക്കലും ഇത് പുറന്തള്ളാൻ പറ്റുന്നത്. പക്ഷെ അതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ വയറ്റിൽ രൂപം കൊള്ളുന്ന എൻസൈമുകളൊക്കെ കൂടി ചേർന്ന് രൂപം കൊള്ളുന്ന സാധനം, അതിന്റെ മരണത്തോടെ അത് രൂപം കൊള്ളുന്ന സാധനമാണ് ഈ നമ്മൾ വിലമതിക്കുന്ന വളരെ മനോഹരമായ പവിഴം മുത്തുകൾ അല്ലെ മുത്തുകൾ എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ പരിമിതികളെ നമ്മൾ ഓരോരുത്തരും നോക്കും. ഓരോരുത്തരെയും ഇപ്പൊ നമുക്ക് മുമ്പിൽ ജീവിക്കുന്ന ഉദാഹരണമായിട്ട് വ്യൂസാറുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നേരിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ ജന്മന ഉണ്ടായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ കാഷ്വലായിട്ട് എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ റീസെന്റ് ജീവിതത്തിലുണ്ടായിട്ടുള്ള ആ പരിമിതികളെ മുത്തുച്ചിപ്പിയെ പോലെ നിങ്ങളുടെ മനസ്സുകൊണ്ടും നിങ്ങളുടെ വിചാരം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും മാറ്റി വരുമ്പോൾ ഈ മണൽത്തരികൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള മണൽത്തരികൾ മുത്തുകളായിട്ട് മാറും. നമുക്ക് പരസ്പരം കൈയില്ലാത്തവന് കാലില്ലാത്തവന് ആശ്വാസമാകാം, മറിച്ച് ആ കാലില്ലാത്തവൻ ഈ കൈയില്ലാത്തവന് ആശ്വാസമാകാം. പരസ്പരം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരം കണ്ണില്ലാത്തവന് കണ്ണുള്ളവൻ ഒന്നുകൂടിയാകുക, കൈയില്ലാത്തവൻ കാലുള്ളവരോട് കൂട്ടിച്ചേരുക. അങ്ങനെ നമ്മൾ എല്ലാവരും ചേർന്ന് വരുമ്പോൾ നമുക്ക് വളരെ ഒരു ഔട്ട്പുട്ട്, വളരെ മനോഹരമായ പ്രവർത്തനങ്ങൾ, വളരെ മനോഹരമായ എന്താ പറയുന്നത് വെളിപാട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അതിന്റെ ഒരു സൽഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് കഴിയും. പരസ്പരം നമുക്ക് കേൾക്കുവാൻ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം എന്താ? കേൾക്കാനില്ലല്ലേ അല്ലേ? പറഞ്ഞല്ലേ, കേൾക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും തയ്യാറാവും? ഇതെല്ലാവർക്കും തിരക്കുള്ള ലോകമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഭൂരിഭാഗം പേർക്ക് പലതരത്തിൽ തിരക്കാണ്. അപ്പൊ അതുകൊണ്ട് ആരെയും കേൾക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ തന്നെ ചിലരെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു മുറിയിലോ ഒരു വീട്ടിലോ ഒരു സ്ഥാപനത്തിലോ ഒരു സ്ഥലത്തോ നിങ്ങൾ കഴിയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട്, ഞാനെന്ന് പറയുന്നത് എന്തെങ്കിലും ദുഃഖങ്ങൾ അല്ലെ എന്റെ സന്തോഷങ്ങൾ, എന്റെ ആശയങ്ങൾ, എന്റെ ആശങ്കകൾ ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നെങ്കിലും ഒരു നിമിഷം എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, ചിന്തിച്ചിട്ടില്ലേ? ഉണ്ടാവും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മറുവശത്ത് നിങ്ങളിപ്പോ 80 പേരുണ്ട്, അല്ലെ 50, 100 പേരുണ്ടോ, അല്ലെ 10 പേരുണ്ടെന്ന് വിചാരിക്കട്ടെ, എത്രയോ ആയിക്കോട്ടെ. നിങ്ങൾ ഇതിപ്പോൾ തന്നെ 8 പേരുടെയോ 10 പേരുടെയോ 100 പേരുടെയോ മനസ്സിലുള്ള ചിന്ത എന്താണ്? എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന് കുറച്ചുപേരെങ്കിലും ചിന്ത ഉണ്ടാകത്തില്ലേ? ഈ 100 പേരിൽ ഒരു പേരെങ്കിലും ചിന്ത ഉണ്ടാവും. നിങ്ങൾക്ക് എന്തുകൊണ്ട് പരസ്പരം പോയിട്ട് കൂടാ? നിങ്ങളുടെ ഇഴഞ്ഞു നീങ്ങുന്ന മണിക്കൂറുകൾ, അല്ലെങ്കിൽ മൃതമായി തോന്നുന്ന, അല്ലെ ചത്തതുപോലെ നീങ്ങുന്ന ആ ഒരു ഓരോ ദിവസം, അല്ലെ ഓരോ മണിക്കൂറുകൾ, ഓരോ നിമിഷങ്ങൾ നിങ്ങൾ മറിച്ച് ചിന്തിച്ച് അവിടെ കൂടുന്ന മറ്റൊരാളുമായിട്ട് എന്തുണ്ട് വിശേഷം, നിനക്ക് എങ്ങനെയുണ്ട്, അവിടെ മഴയുണ്ടോ, അവിടെ വെയിലുണ്ടോ, നിനക്ക് സുഖമാണോ, നീ ഭക്ഷണം കഴിച്ചോ, നീ കാപ്പ് കുടിച്ചോ എന്ന് ചോദിക്കുവാനും അവൻ പറയുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ ഈ സ്നേഹ സമൂഹം തന്നെ വലിയ മാറ്റങ്ങൾക്ക് തിരികൊളുത്താനും സാധിക്കും. തീർച്ചയായിട്ടും ഇല്ലേ?
അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ട്, എനിക്ക് വളരെ സന്തോഷം. അപ്പൊ ആ ഒരു ഞാൻ എന്റെ ഒരു ചിന്ത ഇതിനുകൊണ്ട് പങ്കുവെച്ചാണ്. ഇനി ആരെങ്കിലും അതിനകത്ത് ചെയ്യുന്നതിൽ വീഴ്ച ഫോർമാലിറ്റിയിലല്ല, ഏത് സമയത്തും, രാത്രിയിലല്ല, ഉറങ്ങുന്ന സമയത്തല്ല, അല്ലാത്ത സമയങ്ങളിൽ നമുക്കുള്ളിലൊരു ദുഃഖം ഉണ്ടായി, ഒരു ബന്ധമുണ്ടായി. നമ്മൾ ഈ പറ്റുന്ന ആരെങ്കിലും വിളിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും വിളിച്ച് എനിക്ക് ഇങ്ങനെ വിഷമമുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖം വളരെ മാറിപ്പോകും. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ദുഃഖം പങ്കുവെക്കുമ്പോ പകുതിയാവും, സന്തോഷം പങ്കുവെക്കുമ്പോഴോ ഇരട്ടിയാവും അല്ലെ? അപ്പൊ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെച്ചിട്ട് അത് പകുതിയാക്കുവാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കുവാനും, നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് ഒരുമിച്ച് നിങ്ങൾ എല്ലാവരോടും ചേർന്ന് പങ്കുവെച്ച് നിങ്ങളും സന്തുഷ്ടരാകുക, അവരും സന്തുഷ്ടരാകുവാൻ പറ്റുന്നത് വലിയ മുടക്കുള്ള കാര്യമാണോ? അതൊക്കെ മുടക്കില്ല. നമുക്കിപ്പോ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ വീഡിയോ പലരും ഈ ഡാറ്റയുടെ പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓൺ ചെയ്യാത്തത്. പക്ഷെ അല്ലെ, ഇത് ഓരോരുത്തരും നമുക്ക് സമയം പോലെ എപ്പോഴെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് മറ്റുള്ള വീഡിയോ ഓൺ ചെയ്തോ അല്ലെങ്കിൽ വീഡിയോ പിന്നെ ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ഓഡിയോ മാത്രമാക്കിയിട്ട് നമ്മൾ പരസ്പരം ഒന്ന് കേൾക്കുവാനും പറയുവാനും പങ്കുവയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നലുണ്ടാവും? ഒറ്റയ്ക്കല്ല അല്ലെ? അപ്പോഴാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒറ്റയ്ക്കായവന്റെയും ഒറ്റപ്പെട്ടവന്റെയും സ്വപ്നമാണ് കൂട്ടെന്ന് പറയുന്നത്. പക്ഷെ നമ്മുടേത് ആ സ്വപ്നം പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്രയും പേരൊരു കൂട്ടായി തീരുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് മാറാൻ കഴിയും. നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നല്ലേ? വെറുതെ ഇരിക്കുമ്പോഴാണ് വെറുതെ ഇരിക്കുമ്പോഴാണ് ദുഃഖവും നമുക്ക് ദുഷ്ചിന്തകളും നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടാകുന്നത് വെറുതെ ഇരിക്കുമ്പോഴാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിലേക്ക് വരികയാണ്. പിന്നെ നേരത്തെ ആദ്യം നിങ്ങൾ ഓർക്കുക, ഞാനൊരു ആദ്യം ഒരു കവിതാശകലം പറഞ്ഞല്ലേ, ഒരു വിളക്ക് കൈവശമുള്ളവൻ എങ്ങും വിശ്വം അല്ലേ? പിന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പൊ ഒന്ന് വീണ്ടും പറയുകയാണ്. നിങ്ങളിൽ പലർക്കും ഒരു പക്ഷെ ഓർമ്മയുണ്ടാവും, ഈ നമ്മുടെ ഉത്സവ പറമ്പുകളിലൊക്കെ പണ്ട് ഈ ലൈറ്റൊക്കെ നമ്മൾ ട്യൂബ് ലൈറ്റൊക്കെ ഇങ്ങനെ വയറൊക്കെ വലിച്ച് വരുന്ന കാലഘട്ടത്തിന് മുമ്പ് ഉത്സവ പറമ്പിലൊക്കെ വെട്ടം വെക്കുന്നത് എങ്ങനെയാണ്? വെളിച്ചം കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ഒരാളുടെ തലയിലെ തുള വെച്ച് പോകും അല്ലേ? എന്നിട്ട് എവിടെയും കൊണ്ട് വെക്കും. ഇങ്ങനെ പറയുന്നത് ഒരു ഉത്സവ പറമ്പില്, തൃശ്ശൂർ പൂരത്തിന് തന്നെ ആയിരിക്കട്ടെ എന്ന് വിചാരിക്കട്ടെ, ആ ഉത്സവ പൂരപ്പറമ്പിലേക്ക് ഒരു പരിപാടി നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ആളുടെ അടുക്കല് നമ്മൾ അയാളെ ശരിക്കും തൽക്കാലം തോമാച്ചൻ വിളിക്കാം. തോമാച്ചനെ വിളിച്ചിട്ട് തോമാച്ച ഇങ്ങോട്ട് വന്നേ, എന്തുട്ടാണ് ഇരിക്കട്ട് വന്നേടാ, ഈ വിളക്കം കൊണ്ട് എടുത്തിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, നീ ഒരു ഇരുട്ടുള്ളടത്തോട്ട് വെക്കാൻ പറഞ്ഞു. തോമാച്ചൻ എന്താ പറഞ്ഞേ? ഓക്കെ റെഡി. ഇപ്പൊ തോമാച്ചൻ വളരെ ആഘോഷമായിട്ട് തലയിൽ ഇങ്ങനെ വിളക്കൊക്കെ തൂക്കി ഇങ്ങനെ ഈ പറമ്പ് മുഴുവൻ തൃശ്ശൂരിന്റെ പിന്നെ മൈതാനത്ത് തേക്കിൻകാട് മൈതാനം മുഴുവൻ നടന്നു. എന്തിനാണ്? ഇരുട്ടുള്ളിടത്ത് കൊണ്ടുപോയി ഈ വിളക്ക് വെക്കാനായിട്ട്. അവസാനം തിരിച്ചു വന്നിട്ട് എന്ത് പറഞ്ഞു? ഈ തേക്കിൻകാട് മൈതാനത്തിൽ മുഴുവൻ നടന്നിട്ട് എന്ത് പറ്റി? കാര്യം എന്താ? എന്റെ തലയിൽ ഇതുപോലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളില് ഇങ്ങനെ ഒരു വിളക്കുണ്ടെങ്കിൽ, നമ്മൾ തന്നെ ഒരു വിളക്കായി തീരുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അന്ധകാരത്തിലേക്ക് നമുക്ക് പ്രകാശമായി ചൊരിയാൻ പറ്റും. അപ്പോ മറ്റുള്ളവരുടെ വിളക്ക് എന്ത് ചെയ്യും? അവരുടെ വിളക്ക് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വിളക്കായി വരും. ഇല്ലേ? നിങ്ങള് പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടാവോ? ലീന ചേച്ചി പാടും. ലീന ചേച്ചി എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഏതാ പാട്ടെന്നറിയാവോ? നമ്മുടെ സ്പിരിറ്റ് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടുണ്ടാവും. അതിലൊരു പാട്ടുണ്ടല്ലോ, മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടു മണ്ണിൻ മനസ്സിൽ. അത് പാടാവോ? കുഴപ്പമില്ലെന്ന് പാടിക്കുന്നേ, ചുമ്മാ പാടുന്നേ. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. ഹൃദയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. പഠിക്കും? അറിയാമോ? ഒരു ചുംബനത്തിനായി ദാഹം ചവയ്ക്കാത്ത എരിയുന്ന പൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പകർന്നൊരു ചുണ്ടുമായി. എന്താണ്? മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന ചില വിത്തുകൾ അല്ലെ? മഴ പെയ്താൽ മാത്രമേ വിത്തുകൾ ഭൂമിയിൽ മുളയ്ക്കുള്ളൂ. അങ്ങനെ ചില വിത്തുകൾ പിന്നെ മണ്ണിന്റെ മനസ്സിലുള്ള വിത്തുകളാണ്. മണ്ണിൽ നിന്നാണ് ഇങ്ങനെ മനസ്സിലുള്ള ആളുകൾ എന്ന് നമ്മൾ സങ്കല്പം പറയുന്നത്. പ്രണയത്തിനാൽ മാത്രം, പ്രണയം എന്ന് പറയുമ്പോൾ നമുക്കുള്ള ഒരു അർത്ഥം എപ്പോഴും സ്നേഹം അല്ലെങ്കിൽ കാമുക ബന്ധമാണ് വരുന്നത്. അത് വേണ്ട. പ്രണയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. എങ്കിൽ പോലും നമ്മളിവിടെ ഒരു ചെറിയ വ്യത്യാസം വരുത്താം. സ്നേഹത്തിനാൽ മാത്രം
എരിയുന്ന ജീവന്റെ തിരികളുണ്ടാത്മാവിനുള്ളിൽ. ആ തിരിതെളിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? പറ്റിയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിത ലക്ഷ്യമായിക്കട്ടെ. അടുത്തത്, ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാത്ത എരിയുന്ന ഭൂവിതൾ തുമ്പുമായി പറയാത്ത പ്രിയതരമാമൊരു വാക്കിന്റെ മധുരം പകർന്നൊരു ചുണ്ടുമായി. പറയാത്ത പ്രിയങ്കരമായ ഒരു പാട്ടിന്റെ ചുണ്ട് കുടിക്കുന്ന ചുണ്ടും ഒരു സ്നേഹചുംബനത്തിനായി തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള ഒരു ചുണ്ടുമായി നമ്മളെന്താ ചെയ്യേണ്ടത്? അതാണ് അതിന്റെ അവസാനത്തെ വരി. ആ പാട്ടിന്റെ അവസാനത്തെ വരിയാണത്. വെറുതെ പരസ്പരം നോക്കിയിരിക്കുന്നു നിറമൗന ചഷകത്തിനിരുപുറം നാം. ഇത്രയും മനോഹരമായ ചുംബനങ്ങളും മനോഹരമായ വാക്കുകളും സ്നേഹം നിറഞ്ഞ ഹൃദയമൊക്കെ വെച്ച് നമ്മളെന്താ ചെയ്യുന്നത്? വെറുതെ പരസ്പരം നോക്കിയിരിക്കുകയാണ്, അല്ലേ? നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. നിങ്ങളിപ്പോ ഈ ഇങ്ങനത്തെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ വെറുതെ അല്ല, നിങ്ങൾ അതൊക്കെ വളരെ നന്നായിട്ട് അത് കുറച്ചുകൂടി ബി ബെറ്റർ, കുറച്ചുകൂടി അതൊക്കെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഈ മനസ്സിന്റെ ഈ ഒരു കൂട്ടായ്മയില് പുറത്തും ഇതിലേക്കുള്ളവരെ കൊണ്ടുവരിക, പുറത്തും നമ്മൾ ബന്ധപ്പെടുന്ന ഏത് മേഖലയിലും നമ്മളിങ്ങനെ നമ്മുടെ ഈ സ്നേഹത്തിന്റെ ചുംബനങ്ങൾ അവിടെ പോയി ഫിസിക്കലായിട്ട് പറയാൻ പറ്റുന്നില്ല, സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ സ്നേഹം പകരാൻ പറ്റും. ആ വാക്കുകൾ കൊണ്ട് ആ മനോഹരമായ നമ്മുടെ കഴിവുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും? നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ മാറ്റങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകും. ബോറടി എന്ന് പറയുന്ന സാധനം, അയ്യോ എനിക്ക് ഇങ്ങനെ സംഭവിച്ച പോലെ എനിക്ക് പരിമിതി ഉണ്ടായി പോയല്ലോ എന്ന ചിന്ത നമുക്കൊരു മനസ്സിലുണ്ടാവില്ല, അല്ലെ? അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിൽ നിന്ന് മാറ്റുവാനായിട്ട് നമുക്ക് കഴിയും. എന്റെ സമയം ഏതായാലും കഴിയാറാകുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് നിർത്തേണ്ടതുള്ളതുകൊണ്ട് ഞാൻ എന്റെ ഈ ഒരു ചെറിയ ആശയവിനിമയം അവസാനിപ്പിക്കാൻ നിർബന്ധിതനായി തീർന്നിരിക്കുക. അപ്പൊ എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇരിക്കട്ടെ. ഈ വിളക്ക് പോലെ നമ്മുടെ മനസ്സിലെ ഓരോ കാര്യങ്ങൾ വിളക്ക് പോലെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സ്നേഹം, നമ്മുടെ പ്രതികരണങ്ങൾ, നമ്മുടെ ചിന്താരീതികൾ, നമ്മുടെ മൈൻഡ് സെറ്റുകൾ, നേരത്തെ അച്ഛൻ പറഞ്ഞ പൈലോക്കയുടെ ഭാഷയിൽ പൈലോക്കയുടെ പുസ്തകത്തിൽ പറഞ്ഞ ആ കൊച്ചു ആട്ടിടയന്റെ തീവ്രത പോലെ, ത്വര പോലെ, അല്ലെങ്കിൽ മുത്തച്ചിപ്പിയുടെ ഒരു പ്രവർത്തനം പോലെ നമ്മൾ എന്ത് ചെയ്യണം? എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ആവശ്യപ്പെടാനുള്ള നമ്മുടെ ഈ ഉള്ളിലെ മൺചിരാതുകൾ, നമ്മുടെയൊക്കെ പരസ്പര സ്നേഹത്തിന്റെ പങ്കുവെക്കലിലേക്ക് ആ എണ്ണ പകർന്നുകൊണ്ട് ആ ജീവന്റെ തിരികൾ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ചെറു മൺചിരാതുകളാണെങ്കിലും ഒരു മൺചിരാത് എപ്പോഴും ചെറിയതായിട്ട് പ്രകാശം കിട്ടുള്ളൂ, അല്ലേ? നമ്മൾ 100 മൺചിരാതാകുമ്പോൾ അത്രയും വലിയ പ്രകാശം ഉണ്ടാവും. അത്രയും വലിയ പ്രകാശം അങ്ങനെ ഒരു നിങ്ങളുടെ ഹൃദയത്തിലെ മൺചിരാതുകള് സ്നേഹത്തിന്റെ എണ്ണ പകർന്ന് സ്നേഹത്തിന്റെ ജീവന്റെ തിരികൾ തെളിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും സ്വയവും നിങ്ങളുടെ സമൂഹത്തിലും ലോകത്തിനും മൊത്തവും വെളിച്ചമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും. സാറേ, ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ നന്നായിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ രാഹുൽ PR ആണ്. സാറ് കല്ലേറ്റിങ്കര നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഓഫീസ് ആൻഡ് സയൻസ് റീഹാബിലിറ്റേഷൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും അറിയാം, നമ്മുടെ ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തി വരുന്ന സ്നേഹസംഗമത്തില് 156ാമത് സ്നേഹസംഗമാണ്, അല്ലേ? അതെ. ആ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ച കുമാരി ഷാലി വെങ്ങലശ്ശേരി, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത റവറൻഡ് ഫാദർ ജസ്റ്റിൻ CMI, മുഖ്യാതിഥിയായി ക്ഷണിക്കപ്പെട്ട വാക്കുകൾ കൊണ്ട് നമ്മളെ വളരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത ശ്രീ ജോസി തോമസ് സാർ, ഈ പരിപാടിയുടെ അധ്യക്ഷനും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI, ദർശന ക്ലബ് പ്രസിഡന്റ് ശ്രീ ഷിബിൻ ഹാരി സാർ, മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു പുതുമുഖമാണ്. എല്ലാവർക്കും
ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ് ഞാൻ നിങ്ങളെല്ലാവരും പരിചയപ്പെടുന്നതും കാണുന്നതും. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ NAPMR കല്ലേറ്റിങ്ങര, അതായത് എന്റെ സ്ഥാപനത്തിൽ വരുമ്പോൾ ഇതിനു മുൻപ് ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ കൊടുക്കുന്ന വർക്കൗട്ടുകളും അതുപോലെ തന്നെ പരിശീലന രീതിയും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച വളരെ ഒരു ഡിഫിക്കൽട്ടായി തോന്നിയിരുന്നു. പക്ഷെ നമ്മുടെ കുട്ടികളെ കൂടുതൽ അറിയാൻ സാധിച്ചപ്പോൾ, അവരുടെ സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ നമ്മുടെ ഈ ഫീൽഡിൽ ഒരുപാട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിലേക്ക് ഒരുവനായി ഞാൻ വന്നിട്ടുള്ളത്. അന്ന് നമ്മുടെ തൃശ്ശൂർ വെച്ച് നടന്ന മീറ്റിംഗിൽ അന്നാണ് ഞാൻ ശശി സാർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് കാലത്താണ് NAPMR കല്ലേറ്റിങ്ങിൽ സാറ് ക്ലാസ് എടുക്കാനായിട്ട് വന്നപ്പോൾ അന്നാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചും ഞാൻ സാറായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോ സാറ് മീറ്റിംഗിലേക്ക്, എവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എന്നോട് അറിയിച്ചത്. അപ്പോൾ അന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ക്ലാസ് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു. അപ്പോ അത് എനിക്കൊരു ആദ്യാനുഭവമായിരുന്നു. ഒരുപാട് സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം അന്ന് ഞാൻ കണ്ടത് നമ്മുടെ ഇതുവരെ ഞാൻ കാണാത്ത, അതായത് ഒരുപാട് സ്പോർട്സ് മേഖലയില് ധാരാളം അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയ ഒരുപാട് നല്ല നല്ല അത്ലറ്റുകളെ എനിക്ക് കാണാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ ഇതിൽ പങ്കെടുത്ത പ്രവർത്തകര് ആദ്യമായിട്ടാണ് ഞാൻ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സാധ്യതകളെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നു വളരെ അഭിമാനം തോന്നത്തക്ക നിലയിലാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ഈ ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. വളരെ അഭിമാനത്തോടു കൂടി മാത്രമേ ഇവിടെ പ്രവർത്തിച്ച മെമ്പർമാർക്കും പരിശീലകർക്കും പരിശീലനം ലഭിച്ച ഓരോരുത്തർക്കും ദർശന ക്ലബിനെ ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ക്ലബ് ഇന്നിങ്ങനെ ഈ നാട്ടിൽ പ്രശോഭിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. ഈ ക്ലബ് ഇവിടെ കൊണ്ടുവരാൻ പ്രയത്നിച്ചവരുണ്ട്. അതുപോലെ ഇവിടെ ഈ ക്ലബിന്റെ പ്രവർത്തിച്ച ആളുകളും ഈ ക്ലബിൽ പ്രവർത്തിച്ച ആളുകളും മൺമറഞ്ഞു പോയവരുമുണ്ട്. അവരുടെ എല്ലാവരുടെയും നിസ്വാർത്ഥമായ കർമ്മങ്ങൾക്ക് മുൻപിൽ ഞാൻ ഒരു നിമിഷം ശിരസ് കുനിക്കുന്നു. ഇത്രയും നാളുകളിൽ വർണ്ണാഭമായി ശോഭിച്ചിരുന്ന നമ്മുടെ ഈ ദർശന ക്ലബ്ബ് ഇനിയുള്ള നാളുകളിലും ഏറ്റവും അധികം ശോഭയോടെ നിലനിൽക്കട്ടെ. ഇതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ പൊതുസമൂഹത്തിന് പ്രയോജനമായ നമ്മുടെ സ്പോർട്സ് മേഖലയിൽ മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങളെ പൊതുസമൂഹത്തിന് പ്രയോജനമായി വാർത്തെടുക്കുവാൻ ഈശ്വരൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ക്ലബിന്റെ പ്രവർത്തകർക്കും ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സാറേ, താങ്ക് യു. വളരെയധികം തിരക്കുകൾക്കിടയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തത് നന്ദി അറിയിക്കുക എന്ന പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. നന്ദി അറിയിക്കാനായി കുമാരി ഫൗസി ചാവക്കാടിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഫൗസി. എല്ലാവർക്കും നമസ്കാരം. 156 സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ടവരെ, പ്രിയ കൂട്ടുകാരെ, ഈ സ്നേഹസംഗമത്തിന് നന്ദി പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി എത്തിച്ചേർന്ന ദർശന ക്ലബ് ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റുമായ റവറൽ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഉദ്ഘാടന കർമ്മം നിർവഹിച്ച റവറൽ ഫാദർ ജസ്റ്റിൻ ഊക്കൻ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. മുഖ്യ അതിഥിയായി നമ്മോടൊപ്പം ഏറെ തിരക്കിലും എത്തിച്ചേർന്ന് സംസാരിച്ച
ശ്രീ ജോസി തോമസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വിശിഷ്ട വ്യക്തിയായി എത്തിച്ചേർന്ന ശ്രീ രാഹുൽ PR സാറിന് ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നന്ദി പറയുന്നു. മനോഹരമായി അവതരണം നടത്തിയ കുമാരി സീൽ സെബാസ്റ്റ്യനും പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി ലീന NJ നാട്യക്കും സ്വാഗതം പറഞ്ഞ ഷാലി വെങ്കിനശ്ശേരിക്കും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസേട്ടൻ കൊട്ടിക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഓരോ സ്നേഹസംഗമവും അതിമനോഹരമാക്കി തീർക്കാൻ പരിശ്രമിച്ച ദർശന ക്ലബിന്റെ എല്ലാ ഭാരവാഹികളോടും സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഫൗസിയ ചാവക്കാട്. നന്ദി ഫൗസി. എല്ലാവർക്കും വളരെ നന്നായിട്ട് നന്ദി അറിയിച്ചതിന് ഫൗസിയയ്ക്ക് ഒത്തിരി നന്ദി അറിയിക്കും.